ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ കുറച്ചടുത്ത് അടുക്കളയിൽ പോയി ഒരു അടുക്കളയിൽ ബ്രഷും പണ്ടത്തെ ഓർമ്മയിൽ ബ്രഷും കോൾഗേറ്റ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ അപ്പോഴത്തെ ബ്രഷ് നാശമായി, പിന്നെ കോൾഗേറ്റ് കഴിഞ്ഞെന്ന്. പിന്നെ ഇവിടെ പൽപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൽപ്പൊടി കൊണ്ട് പല്ലേക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ ആ ഭാഗത്ത് നല്ല കുരങ്ങ്, ആ കാടിൻ്റെ ഈ ഭാഗം അവിടെ എവിടെയോ നല്ല കുരങ്ങുണ്ട്. ചുമയാണ് ഇവിടെ സീനാക്കുന്നത്. ഞാൻ കുറേ ചുമച്ച് പിന്നെ ചുമച്ച് കഴിഞ്ഞപ്പോൾ കുറേ ജലദോഷം ഉണ്ടായിരുന്നു. ജലദോഷം പറഞ്ഞില്ല, ചുമ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ ചുമ. പിന്നെ ജലദോഷം എന്ന് പറഞ്ഞാൽ ജലദോഷം എപ്പോഴും ജലദോഷം തന്നെയാണ്. പിന്നെ ചുമ ഡെയിലി ചുമ ഉണ്ട്. ഇപ്പോൾ നേരെ പല്ല് വെച്ചിട്ട് അടുക്കളയിൽ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോട്ടെ. വെച്ചിട്ട് കുറച്ച് നേരം വൈകിട്ട് എണീറ്റ് നല്ല വിശക്കുണ്ട്. അടുക്കളയിൽ ഇനിയിപ്പോൾ ഇന്നെന്താ കടി ഉണ്ടാക്കിയെന്ന് അറിയില്ല. എന്തായാലും അടുക്കളയിൽ പോയി നോക്കിയാലും അറിയും. അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ട്, പക്ഷേ കടീൻ്റെ പാത്രം ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. എന്ത് കടിയാ അറിയില്ല. പല്ല് ചെയ്യേണ്ടി നമുക്ക് നേരെ ഇനി കടി തുറന്ന് നോക്കാൻ പോവാ. ചപ്പാത്തി വായിക്കാം. ചപ്പാത്തി കൊണ്ട് എനിക്ക് വേണ്ട. ചോറുണ്ട്, മത്തങ്കറി ഉണ്ട്. പിന്നെ ചപ്പാത്തി എനിക്ക് വേണ്ട. പിന്നെ വേറെ എന്താ പറയുക, വേറെ ഉള്ളി തക്കാളി വേണം. ഉള്ളിൽ വേറെ കറിയുണ്ട്. കൈപ്പക്കേൻ്റെ ഉപ്പേരി ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ചമ്മന്തി ഇല്ല. ഇനി ഞാൻ ചോറ് കഴിക്കണ പുറത്തെ റൂമിൽ നിന്നാട്ടോ. പുറത്ത് ഈ റൂമിലെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ഏട്ടൻ്റെ റൂം കേട്ടത്. പുറത്തെ റൂമിൽ നിന്ന് ഞാൻ ചോറ് കഴിക്കുന്നത്. ചപ്പാത്തി കൊണ്ട് ഞാൻ കഴിച്ചില്ല. ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് എന്തോ ചപ്പാത്തി മറ്റേ ആട്ടേൻ്റെ മൈദേൻ്റെ അല്ല ആട്ടേൻ്റെ ചപ്പാത്തിയും ബൂരിയും എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ മൈദേൻ്റെ ആണെങ്കിൽ ഞാൻ തിന്നും. മൈദേൻ്റെ ഭൂരി ആണെങ്കിൽ ഞാൻ കുറേ തിന്നും. മൈദേൻ്റെ ഭൂരി എനിക്ക് ഭയങ്കര ഇഷ്ടം, മൈദേൻ്റെ ഭൂരി. പിന്നെ ഞാൻ ചപ്പാത്തി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. നേരെ വൈകി എണീറ്റ് കൊണ്ട് പോകുന്നത് ചപ്പാത്തി ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. നേരെ വൈകി എണീറ്റ് കൊണ്ട് പോകുന്നത് ചപ്പാത്തി. അല്ലെങ്കിൽ ദോശയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ എണീറ്റിട്ട് ഉണ്ടാക്കുന്ന ചട്ടിയിൽ നിന്ന് അമ്മ എടുത്ത് വേറെ പാത്രത്തേക്ക് ഇടുമ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് പ്ലേറ്റിലിട്ടിട്ട് കറി വെച്ചിട്ട് തിന്നു. ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശ, വെള്ളപൂരി വെച്ചാൽ മൈദേൻ്റെ പൂരി ഒക്കെ എനിക്കിഷ്ടം. അതാ ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല് മത്തങ്കറി ഉണ്ട്. പിന്നെ ഉള്ളിക്കറിയും മത്തങ്കറിയും. ഇത് രാവിലെ ആകുമ്പോൾ തന്നെ അവർ ഫുൾ കട്ട ചാർജ് ഉണ്ടാവും വെച്ചാൽ 100% ചാർജ് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ രാത്രി ഞാൻ മൊബൈലിൽ ചാർജ് തീർക്കും. ഗെയിമൊക്കെ കളിച്ചിട്ട് ഞാൻ ഓഫ്ലൈൻ കളിക്കുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്ത് നെറ്റ് എന്തായാലും തീരും. നെറ്റ് എന്തായാലും രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നെറ്റ് എന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ചാർജ് മുഴുവൻ തീർത്തിട്ട് ഞാൻ മൊബൈലിൽ 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ കുത്തിവെക്കും. കുത്തി വെച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാളൊക്കെ നേരത്തെ 8 മണിക്ക് 9 മണിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ നേരെ മൊബൈലിൽ കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് ടി വി കാണാൻ പോയിട്ട് ടി വി കണ്ട് അച്ഛൻ്റെ ഹോട്ട്സ്പോട്ട് ഇതാക്കിയിട്ട് ടി വിയിലെ യൂട്യൂബ് എടുത്തിട്ട് മറ്റേ കടലിൽ പോകുന്നോ അല്ലെങ്കിൽ മരത്തിന് മേലെ കയറുന്ന അല്ലെങ്കിൽ സഫാരി അങ്ങനത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനത്തെ ഓരോന്ന് കണ്ടിട്ട് ഞാൻ നേരെ 11:45 നേരെ റൂമിലേക്ക് വരും. 11:45 നേരെ റൂമിലേക്ക് വരും. എന്നിട്ട് ഞാൻ എഡിറ്റ് വെച്ച വ്ളോഗ് ഞാൻ പിന്നെയും കണ്ടുനോക്കും. അതൊരു 10 മിനിറ്റോ ഒരു 9, 8 അല്ലെങ്കിൽ 10, 11 മിനിറ്റ് ഉണ്ടാവും. അതിനെ കണ്ടുകൊണ്ട് നിൽക്കും. അതിലേതാ നല്ല ഏതാ ചീത്ത നല്ലതല്ല. ഇന്ന് ഞാൻ എങ്ങനെയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കും. ഇന്നിപ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് വ്ളോഗ് ഇട്ടെ, അതിൻ്റെ പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടത്, അതിനെക്കാട്ടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വ്ളോഗ് ഇടുക. ഞാൻ 12 മണി അപ്ലോഡ് ചെയ്ത് ഞാൻ എന്നിട്ട് കുറച്ച് നേരം റീൽസ് കണ്ടു നിന്നിട്ട് കുറച്ച് നേരം യൂട്യൂബിൽ ഞാൻ സൗരവ് ജോഷിൻ്റെ വീഡിയോ ആദ്യം കാണും. വ്ളോഗ് സൗരവ് ജോഷിൻ്റെ ഒരു ഇന്ത്യൻ ടോപ്പർ വ്ളോഗ് സൗരവ് ജോഷി. അതിൻ്റെ വ്ളോഗാണ് നല്ല രസമാണ്. ഫാമിലി വ്ളോഗറാണ്, നല്ല രസമാണ്. ഞാനത് കണ്ടു നിൽക്കും. എന്നിട്ട് കുറേയൊക്കെ ഞാൻ ചാർജ് തീരാനാകുമ്പോൾ ചാർജ് 10%, 5% ആകുമ്പോൾ ഞാൻ കുത്തി വെച്ചിട്ട് ഞാൻ കടന്നുറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ 100% ചാർജ്, വ്ളോഗ് എടുക്കാൻ ചാർജ് വേണ്ടേ, 100% ചാർജ് ഉണ്ടാവും. അപ്പോൾ വ്ളോഗ് എടുക്കും, സെറ്റ് ആയിരിക്കും. രാവിലത്തെ വ്ളോഗ്. അപ്പോൾ അങ്ങനെ ആ ചാർജ് കൊണ്ടാണ് രാവിലത്തെ വ്ളോഗ്. ഡെയിലി രാത്രി 12 മണി മുതൽ രാവിലെ ഞാൻ കുത്തി വെക്കും. അതിനിപ്പോൾ കുത്തി വെച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഡെയിലി കുത്തി വെക്കാറുണ്ട്. ഇനിയിപ്പോൾ അതിന് കുറേ കഴിഞ്ഞ് ഈ മൊബൈൽ അടിച്ചു പോകുന്നതൊന്നും അറിയില്ല. ഒരു കോഴി മുട്ടയിട്ടിട്ട് പോയിട്ടോ. ഒരു കോഴി നേരത്തെ ഞാൻ ചോറ് വെച്ചോണ്ട് നമുക്ക് അതിൻ്റെ മുന്നേ വലിയ ചെയ്യേണ്ട അകത്ത് കയറുമ്പോൾ ഈ കോഴി അതിനെ മുട്ട ഇട്ടിട്ട് ഇത് കൂടെ ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ച് കോഴി അങ്ങോട്ട് പോയി.
പിന്നെ രണ്ടാമത് മുട്ടറാൻ വേണ്ടി വന്നിക്കണത്. നേരത്തെ മുട്ടയാണിത്, ഞാൻ എടുത്ത് വെച്ചില്ല. നേരത്തെ മുട്ടയാണ്. പിന്നെ മുട്ടറാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നിക്കുക. പോകട്ട് ഇതെന്താ ലൈസൻസ് ഇല്ലാത്ത മുട്ടയൊക്കെ കടല്. ഒരു ദിവസം ഒന്ന് മതി കേട്ടോ, ഒരു ദിവസം ഒരു മുട്ട മതി. എന്താ ഒരു ലൈസൻസ് ഇല്ലാത്ത മുട്ടടല്. ആ കോഴിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മുട്ട ഉണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ കോഴി അവിടെ പോയിട്ട് ചോറ് അതാ ജിമ്മിക്ക് ഇട്ട് കൊടുത്ത് ചോറ് അതാ പോയി തിന്നേ. കോഴീൻ്റെ കാര്യം ഓർക്കാൻ ശരിയായിരുന്നു. നേരത്തെ പൂച്ചക്കുട്ടികളുടെ സൗണ്ട് കേട്ടിക്കണം. ഇവിടെ പൂച്ചക്കുട്ടികളുടെ സൗണ്ട് കേട്ടിക്കണം. ബാക്കാസ്റ്റ് മറ്റേ വിറകിൻ്റെ ഭാഗത്ത് അധികം ഉണ്ടാവുക. ഇപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് കൂടെ നടക്കും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ കാണുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ നടക്കണതാണ്. ഞാൻ അവിടെ വെറുതെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. കോഴി ഞാൻ ഇരുന്നിട്ട് കയ്യിൽ തീറ്റിട്ട് കൊടുക്കുക. കോഴി തീറ്റിക്ക് കഴിച്ചിട്ട് കോഴി വേഗം ഓടിയാൽ നിൽക്കുക. എന്തിനാ വാ ഗോതമ്പ് എടുത്തിട്ട് കുറച്ച് ഗോതമ്പിൻ്റെ കയ്യിലങ്ങനെ ഇട്ട് കൊടുക്കാം. 3 കോഴിയുണ്ട്. അത് 3 ഓടി വരും കേട്ടോ. ഈ 3 കോഴി ഓടി വരും. 3 എണ്ണത്തിനും കയ്യിൽ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കുള്ളൂ, അധികം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛന്മാരുടെ ചമ്മന്തി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് അച്ഛൻ ഫുള്ള് ചമ്മന്തി കൂട്ടിയിട്ടാണ് ആയിക്കുള്ളൂ. ഫുള്ള് ചമ്മന്തി മുളക് ഇട്ടുണ്ട്, പിന്നെ ഉള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മേലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചാലേ മുളകിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ കൊടുക്കും. മൂപ്പർക്ക് ചോറ് കഴിക്കണമെങ്കിൽ ഫുഡ് അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ വേണം. മൂപ്പർക്ക് ചോറ് എടുത്ത് കൊടുക്കട്ടെ. ഇതാ അവിടെ കിടക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു ഹായ് പറഞ്ഞ ഹായ് പറ. കയ്പ കുപ്പേര് കഴിഞ്ഞല്ലോ. അതിൽ കുറച്ചുണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഞാനില്ല, ഞാൻ നല്ല വൈകുന്നേരം അച്ഛൻ മുറ്റത്ത് എത്താൻ വേണ്ടി വീൽ ചെയറോട് കൊണ്ടുവന്നിരുത്തി എന്ത് വെയിറ്റ് അറിയൂ. എടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് ഓട്ടിച്ചോട്ടെ, ഒരു റൗണ്ട് കറങ്ങട്ടെ അച്ഛാ. സ്പീഡ് കൂട്ടാൻ പറ്റുമോ? റോട്ടൊക്കെ ഇറക്കാൻ പറ്റുമോ? ഗിയറില്ലാന്നോ? ഗിയറല്ല, മറ്റേ സൈലൻസറല്ലാണോ? വലിയ ഗിയറൊക്കെ വെച്ച് പറപ്പിക്കാതെ. ആ സ്വിച്ച് ഓണൊക്കെ ഉണ്ട്. ഇത് സ്പീഡ് കുറയ്ക്കണ സ്പീഡ് കൂട്ടണ ഇതാണ്ടോ ഉപയോഗിക്കാതെ വെച്ച് പൊട്ടിയൊക്കെ പിടിച്ചിട്ട്. ടെക്നോളജി ഇതാ. ഇത് ബാറ്ററി കേട്ടോ, ഇത് ബാറ്ററി. വെയിറ്റ് എടുത്ത് കൊണ്ടുവരാ. അച്ഛനായിട്ട് അവിടെ മൊബൈൽ കളിച്ച് നിൽക്കുക. മറ്റേ വിജയൻ്റെ ലുക്കില്ല അതുണ്ടോ? വിജയൻ്റെ ലുക്ക് ഉണ്ടല്ലോ. ഇതൊരു വിജയ് ഫാനാണല്ലോ. ആ വിജയൻ്റെ വിജയാണല്ലോ അത്. വേണമെങ്കിൽ 2 ഫോട്ടോ എടുത്ത് തരാം. ഇതൊക്കെ അമ്മ എന്നെ വെറുതെ പൊരിച്ചെടുക്കണത്. ആ പുതിയ എന്തൊക്കെ സൗണ്ട് കേൾക്കണം. ഇപ്പോൾ പൊട്ടി തെറിക്കാം. വെട്ടുന്നു. മെല്ലെ ഒഴിക്കേ. ഇതാ എന്നതാ നോക്ക്. കള്ളനായി എന്റെ മുഖത്ത് പൊള്ളിച്ച്. അല്ലേലും ഇവിടെ കുരു നിറച്ചിട്ട് അല്ലേലും ഇവിടെ മുഖത്ത് ഏതായി കിടക്കുക. വലിയ കുക്കിംഗ് ആവും കേട്ടോ. വലിയ കുക്കിംഗ് സ്കൂൾ വിട്ട് വന്നപ്പോ വലിയ കുക്കിംഗ് ആവും. 3:30 മുറ്റത്ത് ഇരുത്തി. എന്നിട്ട് 5 മണിക്ക് അകത്ത് റൂം കൊണ്ട് വെച്ചിട്ടുണ്ട്. റൂം കൊണ്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അപ്പുറത്തെ വീട്ടിലാണ് ഡെയിലി. അവിടെ കുറച്ച് തിരക്കിട്ട് ഇതുണ്ട്. പിന്നെ ഇന്നും നാളെ മറ്റന്നാളായിട്ട് അവിടെ പരിപാടിയുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിട്ട് വേണ്ടി അവിടെ കുറച്ച് സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഞാൻ അപ്പോൾ പോകാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.